ഞാന് ഫസ്റ്റ് ആയിട്ട് തന്നെ കാണുന്നെന്ന് ഞാന് രജോരിന്ന് വന്ന് പിന്നെ പിക്ക് ചെയ്യാൻ വന്ന് നമ്മളങ്ങനെയല്ല ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. പിന്നെ പോയ സമയത്ത് ഒരു വ്യൂ പോയിന്റിലൊക്കെ കൊണ്ടുപോയി കാണിച്ചെന്ന് സ്കൂളിൽ കക്കിനൂർ എന്ന് പറയുമ്പോൾ ഒരു ബോർഡർ ഏരിയ ഏകദേശം കുറഞ്ഞ കിലോമീറ്റർ അപ്പുറം പാകിസ്ഥാനാണ്. അവിടെയാണ് ഞാൻ വർക്ക് ചെയ്തത്. പക്ഷെ അവിടെ അത് നമുക്കിപ്പോൾ ആ മലന്റെ മേലെ നോക്കിയപ്പോൾ തന്നെ ഒരു ചെറിയൊരു ഗ്രാമം, നല്ലൊരു അടിപൊളി വൃത്തിയുള്ളൊരു ഇതാണ്. അവിടുന്ന് എന്തൊക്കെയാ എനിക്ക് സ്പെഷ്യലായിട്ട് ഉള്ള അനുഭവങ്ങളൊക്കെ? അക്കനൂർ എന്ന് പറയുമ്പോൾ കുറച്ച് ഉള്ളേരിയാണ് അക്കനൂർ വരുന്നത്, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ തന്നെ നമ്മൾ എന്താ ഒരു ടൗണിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുന്ന ഒരു ഏരിയ ഉള്ള ഇതാണ്. ചുറ്റും മലകളാണ്, അപ്പുറത്തൊക്കെ ഒരു വലിയ മലകൾ, അതിൻ്റെ അടിയിലൊരു താഴ്വാരത്തിലാണ് സ്കൂൾ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഞാനവിടെ വേറെ സ്റ്റാഫും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ടാവും, മൈമിൻ സാർ എന്നൊരു സാർ, അവർ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. കുറേയൊക്കെ നമുക്ക് എന്തെങ്കിലും ഏകാന്തത ഫീൽ ചെയ്യും. കാരണം ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യകളൊന്നുമില്ല, ജസ്റ്റ് ഈ മയിലുകളുടെ പീക്കോക്കിൻ്റെ ഇങ്ങനെ ഒരു കരച്ചിൽ ഇങ്ങനെ കേൾക്കാമെന്നല്ലാതെ. പക്ഷേ പ്രകൃതിയുടെ അല്ലെങ്കിൽ നേച്ചർ ബ്യൂട്ടി വെച്ച് നോക്കുമ്പോൾ രസമാണ്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാൽ ആളും ഇല്ലാത്ത മനുഷ്യനില്ലാത്തൊരു ഏരിയ മാറും. കാരണം വിന്റർ സീസണിൽ എന്താ അവിടെ അവസ്ഥ? വിന്റർ സീസണിൽ എന്ന് പറയുമ്പോൾ ആരും പുറത്തേക്ക് ഇറങ്ങാത്തൊരു ഒരു ഏരിയയാണ്. അതായത് സ്നോ ബർഫി അവിടേക്ക് വരില്ല. അതായത് സ്നോ വരുന്നത് പൂഞ്ചിൽ ചില ഏരിയകളിൽ ഉണ്ടാവാറുണ്ട്. ലോറലിലൊക്കെ നല്ലോണം ബർഫ് വന്നിട്ട് മൂടും. അതുപോലെ തന്നെ പിന്നെ ശ്രീനഗർ ഭാഗത്തേക്ക് പോകുമ്പോൾ പത്തിനി ടോപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്നോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം കുറച്ച് പോകുന്നുണ്ട്, എന്നാലും പത്തിനി ടോപ്പ് തൊട്ട് പിന്നെ അങ്ങോട്ടേക്കുള്ള ഏരിയകളിൽ നമുക്ക് സ്നോ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ എന്ന് പറയുന്നത് ഒരു സാധാ ഒരു ഇങ്ങോട്ടേക്കുള്ള ഏരിയകൾ, സാധാ ഒരു ഗ്രാമീണ ഏരിയകളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബ്യൂട്ടി കൂടാൻ പോകണമെന്ന് തോന്നുന്നു. ആ ട്രെയിനൊക്കെ വരികയാണെങ്കിൽ കുറേയൊക്കെ ട്രാവലിങ് കുറേ. പക്ഷേ എങ്ങനെ ട്രെയിൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യണം, ഒരു വട്ടമെങ്കിലും ലൈഫിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ആ ബൈ റോഡൊന്ന് പോകണം. അതൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് പോകുന്ന വൈക്കിൽ ജമ്മു താവിന്ന് ശ്രീനഗർ റോഡും പോകണം, കൈയാണെങ്കിൽ മുകളിലോട്ടും പോകണം. മുകളിലോട്ടും കുറച്ച് ഇതാക്കണം. സത്യം പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് തോന്നും ഇവിടെയൊക്കെ ആളുകൾ ജീവിക്കുന്നുണ്ടല്ലോ, എന്താ പറയുക, നമ്മളൊക്കെ അതായത് നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്ത് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് ആളുകൾ ജീവിക്കുന്നുണ്ട്. നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. അതിപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരുപാട് നല്ല വലിയ എഡ്യൂക്കേഷൻ സിസ്റ്റം ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ അതില്ല. പ്രൈവറ്റ് സെക്ടറിനെ ബാധിക്കണം, അതന്നെ ബുദ്ധിമുട്ടി പഠിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ റോഡല്ലേ, ഈ ബൈ റോഡ് പോകുമ്പോൾ നമുക്ക് കാണാം റോഡ് സൈഡിൽ ഇടിച്ച് കിടക്കുന്ന വണ്ടികൾ, കല്ല് വീണ് പൊടിഞ്ഞ് കിടക്കുന്ന വണ്ടികൾ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഞാൻ പോകുന്നതൊരു അഡ്വഞ്ചർ റൂട്ടിലൂടെ പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക്. പിന്നെ ആ ജമ്മു താവിന്ന് പോണ ആ റൂട്ട് തന്നെ മണ്ണൊക്കെ ഇടിഞ്ഞ് പിന്നെ ജസ്റ്റ് റോഡ് കാണും, പിന്നെ ഇടിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, ഒരു സ്ലൈഡിങ് നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്നത് ലൈഫിൽ ഒരു ഇട്ടെങ്കിൽ നമ്മൾ ടണൽ വന്നുകൊണ്ട് ഇപ്പോൾ കുറേയൊക്കെ ഇതായിട്ടുണ്ട്. പക്ഷെ എന്നാലും കിലോമീറ്ററും ടൈമും ഞാൻ പോയിട്ടുള്ള ആ ടണലിൽ വന്ന ശേഷമാണ്, ടണലൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ അങ്ങനത്തെ കുറേ ടണലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടണലൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാകും പോയിട്ടുള്ളത്. അത് തന്നെ പോകുന്ന വഴിയിലൊരു ഫാൾട്ട് പറ്റി. അതായത് ഞങ്ങൾ പോകുന്ന വഴിക്ക് പിന്നെ ഒരു ടണൽ, പുതിയ ടണൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടണൽ വെറും 9 കിലോമീറ്ററേ ഉള്ളൂ. ആ ടണൽ കയറാതെ നേരെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ഞങ്ങളതൊരു ടണലിൽ കയറാതെ മിസ്സായി പോയിന്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങൾ ഓടിയത് 9 കിലോമീറ്റർ റൺ ചെയ്യേണ്ട സ്ഥലത്ത് ഞങ്ങൾ ഓടിയത് 55 കിലോമീറ്റേഴ്സ്. അതാണ് ടണലിൻ്റെ മെച്ചതല്ലേ. ടണൽ വന്ന ഒരുപാട് മെച്ചങ്ങളുണ്ട്. കാരണം അത്രയും ഒരു ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ റോഡിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനത്തെ റോഡുകളായിരിക്കും. പക്ഷേ ടണലിലേക്കുള്ള റോഡുകൾ നല്ല വൃത്തിയുള്ള റോഡുകൾ, നല്ല അടിപൊളി റോഡുകളായിരിക്കും. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആണ്, വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. കാരണം അപ്പം അന്ന് നല്ല മഞ്ഞ് പെയ്ത് നിന്നത് കൊണ്ട് തന്നെ ചുറ്റു സൈഡിലും നല്ല ഹൈറ്റിൽ മഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് റോഡിൻ്റെ. അതായത് കട്ട വന്നിട്ട് നല്ല ഹൈറ്റിൽ മഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്.